മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ സ്ട്രൈക്കർ ഹണ്ട് രണ്ട് പ്ലെയേഴ്സിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നത്. ഒന്ന് ആസ്റ്റൺ വില്ലയുടെ 29-കാരനായ ഒലി വാറ്റ്കിൻസ്, മറ്റൊന്ന് RB ലൈപ്സിഗിന്റെ യങ് സ്ട്രൈക്കർ ബെഞ്ചമിൻ സെസ്കോ. ഇതിൽ ആരാണ് ബെറ്റർ എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആരാണ് ബെറ്റർ എന്ന ചോദ്യം വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുണൈറ്റഡ് ഫാൻസിനിടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഒലി വാറ്റ്കിൻസ് ആണ് ബെറ്റർ എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്, അതുകൂടാതെ തന്നെ ബെഞ്ചമിൻ സെസ്കോയാണ് മികച്ച ഓപ്ഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ എന്നൊക്കെ രീതിയിൽ നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും. ഇപ്പൊ ബെഞ്ചമിൻ സെസ്കോയിലേക്ക് വരികയാണെങ്കിൽ യങ് ആണ്, വൈബ്രന്റ് ആണ്, നല്ല സ്പീഡുള്ള പ്ലെയർ ആണ്. 22 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഏരിയൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ഏരിയൽ ഡുവൽസ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള അക്രോബാറ്റിക് ഷോട്ട്സ് ഒക്കെ അടിക്കാനും ഏത് പൊസിഷനിൽ നിന്നും ഗോൾ നേടാൻ പറ്റുന്ന ഹൈ ഇന്റൻസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഈ ഒരു ബെഞ്ചമിൻ സെസ്കോ. അമോറിമിന്റെ ശൈലിക്ക് പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ RB ലൈപ്സിഗിന് വേണ്ടി 21 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ബെഞ്ചമിൻ സെസ്കോ സംഭാവന ചെയ്തത് മൊത്തമായി. പിന്നെ ഒലി വാറ്റ്കിൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രീമിയർ ലീഗിലെ പ്ലെയർ ആണ്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ 17 ഗോളുകളും 14 അസിസ്റ്റുകളും വാറ്റ്കിൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല വാറ്റ്കിൻസ് അസിസ്റ്റ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലും ഒരു ഇമേജ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഉള്ള പ്ലെയർ ആണ്. നല്ലൊരു ടീം മാൻ ആണ്. പക്ഷെ ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒലി വാറ്റ്കിൻസ് ബെഞ്ചമിൻ സെസ്കോന്റെ അത്ര ഹൈറ്റ് ഇല്ല. ബെഞ്ചമിൻ സെസ്കോയ്ക്ക് 6 അടി 5 ഇഞ്ച് ഉയരമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പോസിറ്റീവായുള്ള വശങ്ങൾ ബെഞ്ചമിൻ സെസ്കോയ്ക്ക് ഉണ്ട്. പക്ഷെ നിലവിലെ യുണൈറ്റഡിന്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എംബുയമെ ഓൾറെഡി ഉണ്ട് ടീമിൽ, അതുകൂടാതെ തന്നെ മത്തേയൂസ് കൂഞ്ഞയുണ്ട്. ഇവർ നല്ല രീതിയിൽ ഗോൾ നേടാനും ഗോൾ അടിപ്പിക്കാനും പറ്റുന്ന പ്ലെയേഴ്സ് ആണ്. ഫൈനൽ തേർഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രസിംഗിലൊക്കെ മിടുക്കരായുള്ള പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഇവർക്കൊപ്പം ഒരു സ്ട്രൈക്കർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള നല്ല ടീം മെൻ എന്നുള്ള രീതിയിൽ ഇമേജ് ഉള്ള ഒരു താരം കൂടിയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കും ആ ഒരു അഭിപ്രായമാണുള്ളത്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ 60 മില്യൺ കൊടുത്ത് ഒലി വാറ്റ്കിൻസിനെ കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. ഒരു 40-35 മില്യൺ ഒക്കെ ആണെങ്കിൽ യുണൈറ്റഡിന് വളരെ പോസിറ്റീവായുള്ള ഒരു ഡീൽ തന്നെയായിരിക്കും ഒലി വാറ്റ്കിൻസ്. നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ആളെ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്രൂവനായുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ സെസ്കോയെ സംബന്ധിച്ച് സെസ്കോ കളിക്കുന്നത് ജർമ്മൻ ബുണ്ടസ് ലീഗയിലാണ്. അപ്പൊ അവിടെ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടതാണ്, പല പ്ലെയേഴ്സിന്റെയും വലിയ വില കൊടുത്ത് കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന്, അല്ലെങ്കിൽ പിന്നീടും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ട്. പക്ഷേ ഒലി വാറ്റ്കിൻസ് ആണെങ്കിൽ ഒരു മേക്ക് ഷിഫ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ യുണൈറ്റഡുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു താരമാണ്. അത് മാത്രമല്ല സെസ്കോയ്ക്ക് 80 മില്യൺ ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 87 മില്യൺ ഒക്കെ ചോദിക്കുന്നു. ഇപ്പൊ ന്യൂകാസിലും വളരെ സജീവമായി സെസ്കോയ്ക്ക് പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്നു. അത് മാത്രമല്ല സെസ്കോയുടെ നിലപാടും ഒരു പ്രധാനപ്പെട്ട നിലപാട് തന്നെയായിരിക്കും. കാരണം സെസ്കോ ഏത് ക്ലബിനെ തിരഞ്ഞെടുക്കും എന്നുള്ളതും ഈ ഒരു ഡീലിൽ ഒരു നിർണായക കാര്യമായിട്ട് മാറും. അപ്പൊ ഇതാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. പിന്നെ ഹോയ്ലൻഡിനെ പോലെ അല്ലെങ്കിൽ ഒബിയൊക്കെ പോലെയുള്ള യങ് ആയുള്ള സ്ട്രൈക്കേഴ്സ് ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്ക്വാഡിലുണ്ട്. അപ്പൊ ഇവർക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നത് വാറ്റ്കിൻസ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇപ്പം സെസ്കോയെ പോലുള്ള 22-കാരനായ ഒരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ പിന്നെ ഹോയ്ലൻഡിന്റെ ടീമിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ച് സ്ട്രൈക്കർ ഇല്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡീഷൻ വേണ്ടത് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറെയാണ്. ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ സീസണിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും യുണൈറ്റഡിന് മുമ്പിലുള്ള ഒരു പ്രധാന കടമ. ഒരുപാട് പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ പല പേരുകളും കേട്ടിരുന്നു. എഡേഴ്സിന്റെ പേര് കേട്ടിരുന്നു, എൻറ്റിറ്റിയുടെ പേരുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഹാവി ഗുവേറ എന്ന് പറയുന്ന സ്പാനിഷ് യങ് മിഡ്ഫീൽഡറുടെ പേര് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സജീവമായി കേൾക്കുന്ന ഒരു പേരാണ് മോർട്ടൻ ഹ്യൂൽമാൻഡ് എന്ന് പറയുന്ന ഡാനിഷ് 26-കാരനായ ഡാനിഷ് മിഡ്ഫീൽഡറുടെ പേര്. സ്പോർട്ടിങ്ങിന്റെ പ്ലെയർ ആണ്. അമോറിമിനെ വ്യക്തമായിട്ട് അറിയുന്ന, അമോറിമിന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നൊരു പ്ലെയർ ആണ്. അപ്പം ഹ്യൂൽമാൻഡിന്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെയും പല പേരുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പലീഞ്ഞയുടെ പേരൊക്കെ, ബയൺ മ്യൂണിക്കിന്റെ താരമായ പലീഞ്ഞയുടെ പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആന്ത്രയുടെ പേര് കേൾക്കുന്നു. അപ്പൊ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു പ്ലെയറെ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ബാക്ക് ത്രീക്ക്, അമോറിമിന്റെ ശൈലി അനുസരിച്ച് ഒരു ബാക്ക് ത്രീക്ക് നല്ല കവറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കണം. ബോൾ ഹോൾഡ് ചെയ്ത് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള താരമായിരിക്കണം. ഫിസിക്കാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെങ്കിൽ വളരെ
ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഉഗാർത്തയൊന്നും ആ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. പലപ്പോഴും കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഉഗാർത്തയുടെ ഭാഗത്തു നിന്നില്ല. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിൽ ബേസിക്കലി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പം ബ്രൂണോ പലപ്പോഴും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്കിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് മിഡ്ഫീൽഡിൽ വലിയൊരു വിടവ് വരുന്നു അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പലപ്പോഴും യുണൈറ്റഡിന്റെ ഡിഫൻസിനെ ഓവർ പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ ഒരു നല്ല ഹോൾഡിംഗ് മിഡ്ഫീൽഡർ വളരെ പ്രധാനമായിട്ടും യുണൈറ്റഡ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ ആ രീതിയിൽ തന്നെ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഗോൾ കീപ്പറുടെ കാര്യം ഇപ്പോൾ എമി മാർട്ടിനസിനെ സൈൻ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നിരുന്നു. 40 മില്യൺ ഒക്കെയാണ് ആസ്റ്റൺ വില്ല എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി ചോദിക്കുന്നത്. അത്രയും തുക കൊടുത്ത് എമിയെ കൊണ്ടുവരേണ്ട എന്നുള്ള ഒരു നിലപാടാണ് യുണൈറ്റഡ് സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു പരിധിവരെ ശരിയാണ് ക്ലബിനെ സംബന്ധിച്ച്. അപ്പം അവരിനിയിപ്പം വേറെ ആരെ നോക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒനാനയെ വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു റിസ്ക് തന്നെയായിരിക്കും. ഒനാന ടീമിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ലൊരു ഗോൾ കീപ്പറെ കൊണ്ടുവരാതെ, ഒരു ബാങ്കബിളായ ഗോൾ കീപ്പറെ കൊണ്ടുവരാതെ ഇത്രയും എഫേർട്ട് ഒന്നും എടുത്താലും ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല. ഒനാനയൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയ മിസ്റ്റേക്കുകളൊക്കെ, നിർണായക സന്ദർഭങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പം ഗോൾ കീപ്പർ പ്ലസ് മിഡ്ഫീൽഡർ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, യുണൈറ്റഡിന്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ആരെയാണ് ഇനി സ്ട്രൈക്കറായിട്ട് കൊണ്ടുവരേണ്ടത്? നിങ്ങൾക്ക് താല്പര്യം സെസ്കോയാണോ അതല്ലെങ്കിൽ വാറ്റ്കിൻസിനെയാണോ? പിന്നെ മിഡ്ഫീൽഡറായിട്ട് നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.